എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ST കിച്ചൺ വേർഡിലേക്ക് സ്വാഗതം. ഇന്ന് ഉഴുന്ന് ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയും തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ST കിച്ചൺ വേർഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. ഇനി ഈ പച്ചരി നല്ലതുപോലെ 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയ ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് ഒരു 3-4 മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനവിടെ പച്ചരിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. അതിനുശേഷം ഒരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കൊടുത്ത് ഒരു 4 മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നല്ലതുപോലെ കുതിർന്ന് കിട്ടണം കേട്ടോ. അപ്പോൾ പച്ചരി ഇവിടെ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ വേറെ ഒരു കാര്യവും ചേർക്കുന്നില്ല. പച്ചരിയും ചോറും മാത്രമാണ്. നമ്മൾ വീട്ടിലൊക്കെ ബാക്കി വരുന്ന ചോറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഞാൻ ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് പകുതി പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ 2 കപ്പ് പച്ചരിക്ക് 2 കപ്പ് ചോറാണ് ചേർക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുക്കാം കേട്ടോ. അധികം വെള്ളം കൂടുതൽ ചേർക്കാതെ നല്ല കട്ടിക്ക് അരച്ച് ചേർക്കാം. അപ്പോൾ അരച്ചെടുത്ത മാവ് ദാ ഇവിടെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതും കൂടി അരച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിനെ കൈകൊണ്ടോ അല്ലെങ്കിൽ തവി കൊണ്ടോ നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ഇളക്കുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ ഒരു തവി കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. മാവ് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇത് തലേ ദിവസമാണ് ഞാൻ ആട്ടി വയ്ക്കുന്നത്. ഇനി നമ്മൾ പിറ്റേന്നാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസം ആട്ടി വയ്ക്കണം. കാരണം നമ്മൾ ഇതിൽ ഉഴുന്നൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ അധികം പൊങ്ങി നല്ല രീതിക്ക് വരില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ മൂടി വെച്ച് നമുക്ക് പിറ്റേന്ന് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്യണേ. അപ്പോൾ ഞാനവിടെ മാവ് പിറ്റേന്നായപ്പോൾ എടുത്തിട്ടുണ്ട് കണ്ടോ. നല്ലതുപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കണ്ടോ. മാവ് നല്ലതുപോലെ ആ ഒരു പരുവായി കിട്ടിയിട്ടുണ്ട് കണ്ടോ. നമ്മളിതിൽ ഉഴുന്ന് ചേർത്തില്ലെങ്കിൽ മാവ് നല്ലതുപോലെ പരുവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിനെ നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ചുടുന്നതുകൊണ്ട് നമ്മളിതിൽ അധികം വെള്ളം ചേർക്കുന്നില്ല. ദോശ ചുടുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഞാനവിടെ മാവ് നല്ലതുപോലെ ഒന്ന് കലക്കിയൊക്കെ എടുക്കുകയാണ് കണ്ടോ. നല്ലതുപോലെ ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അധികം വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ ടേസ്റ്റ് കാണില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന ഇഡ്ഡലി തട്ടിലേക്ക് നമുക്ക് ഈ ഒരു മാവ് കോരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 4 ഇഡ്ഡലിയാണ് തയ്യാറാക്കുന്നത്. കാരണം ഞാൻ ഇവിടെ ദോശയും കൂടെ തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് അളവിലാണല്ലോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എണ്ണ തടവിയ തട്ടിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം തീ കൂട്ടി വെച്ച് വേണം നമ്മളിതിനെ വേവിച്ചെടുക്കുക. നല്ലതുപോലെ ഒന്ന് ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇഡ്ഡലി നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉഴുന്നില്ലെങ്കിലും നമുക്ക് ദോശ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിനെ മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാൻ വേണ്ടി ദോശ പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടായത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അതിൻ്റെ ചൂട് മാറ്റിയെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് മാവ് ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളിത് കട്ടിക്ക് ചുടാൻ പാടില്ല കേട്ടോ. നമ്മൾ ദോശ ചുടുമ്പോൾ നല്ലതായിട്ട് നൈസായിട്ട് ചുടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനവിടെ നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നെയ്യ് ചേർക്കാം, വെളിച്ചെണ്ണ ചേർക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒന്നും ചേർക്കുന്നില്ല. ഒരു സൈഡ് ഒന്ന് വെന്ത് വന്നപ്പോൾ ഞാൻ ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് തിരിച്ച് മറിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ദോശയായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഇഡ്ഡലി നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാനവിടെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സത്യം പറയാം കേട്ടോ, ഈ പച്ചരിയും ചോറും മാത്രം ഇട്ട് നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഉഴുന്ന് ചേർക്കാതെ ദോശ തയ്യാറാക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ. കാരണം നമ്മൾ ഉഴുന്ന് ചേർത്ത് ഇഡ്ഡലിയും തയ്യാറാക്കുന്ന അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് പച്ചരി ചോറ് മാത്രമല്ല, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്യണേ.